സുരേഷ് ഗോപി മുണ്ടക്കവടത്ത് മാവേലിയെ പോലെ ഒരുങ്ങി വന്നേക്കുവാ. അവിടെ തൊട്ട് മുന്നിൽ കേരള പോലീസ് അവരുടെ യൂണിഫോമില് ഈ അണ്ണൻ മുണ്ടും മറ്റേ എന്താണ്ടൊക്കെ ഇട്ടിട്ട് മേൽമുണ്ടൊക്കെ ഇട്ട് ബ്രാഹ്മണനാകാൻ പോവല്ലേ. അമ്മാതിരി വേഷം. ഈ വേഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ മറ്റേ വേഷമൊന്നുമല്ല, ഒരുപാട് പഴഞ്ച ഏതാണ്ട് മറ്റേ പ്രാചീന കലാരൂപമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുത്തുകൊണ്ട് വരുന്നത്. കുറച്ചും കൂടി അങ്ങ് പ്രാചീനമാക്കുവാണെങ്കിൽ ഒരു തോർത്തൊക്കെ കൊടുത്ത് നിൽക്കാം, കോണമൊക്കെ കൊടുത്തോണ്ട്. സുരേഷ് ഗോപി അങ്ങനെ ഒന്ന് നിൽക്കാനായിട്ട് അത് വലിയ പ്രൗഢില്ലാത്തൊരു സീനായതുകൊണ്ട് അതിന് മുമ്പത്തെ കേരളത്തിന്റെ അവസ്ഥ അതാണ്. കുറച്ചുകൂടി പുറകോട്ടാന്ന് പുള്ളി പിടിച്ചിരുന്ന ഉറപ്പാ കോണവും എടുത്തോണ്ട് വന്നേ. എല്ലാ വില ഇലയൊക്കെ വെച്ച് വാഴയിലൊക്കെ ചുറ്റി എവിടെ നിന്ന് വരുന്ന മണ്ടത്തരമായതൊന്നും മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള ബുദ്ധിയൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് ഇല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കണം ഇയാളെ കൊണ്ടൊന്നും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇലക്ഷനെ നിർത്തി വിജയിപ്പിച്ച് ഇങ്ങനെയുള്ള ഭരണ പദവിയിലേക്കിടയ്ക്ക് എത്തിക്കുന്നതിന്റെ ഭവിഷ്യത്താണ് ഈ നാട്ടിലെ സകല മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരുകാർ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ഇപ്പോൾ നേരത്തെ എനിക്കൊന്നൊരു വാശി ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ എല്ലാവരോടും ഒന്നിച്ചാണല്ലോ ഇത് കാണുന്നത്. കേരളം മൊത്തം അനുഭവിക്കുവാന്ന്. ഇപ്പൊ അങ്ങനെയല്ല, സോറി, തൃശ്ശൂരുമാർ മാത്രം അനുഭവിച്ചാൽ പോരാ, കേരളം മുഴുവൻ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ച് ഇലക്ഷൻ ജയിപ്പിച്ചെന്ന് തോന്നുന്നു. അതാകുമ്പോ ഈ ഇത് കണ്ടില്ലേ, നിർത്തുന്നില്ല. അല്ലേ ഇലക്ഷൻ കഴിയുമ്പോൾ നിർത്തിയേനെ. അങ്ങനെ വിട്ടാൽ പറ്റും. ഇവന്മാർ ഞങ്ങൾ അവിടെ മാത്രം വെറുപ്പിച്ച് എനിക്ക് വേണം, എനിക്ക് തരണം, ഞാൻ എടുക്കുവാന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കിടന്ന് കറങ്ങുക. അപ്പൊ തൃശ്ശൂരുകാർ നോക്കിയപ്പോൾ ഈ സാധനം പോകത്തില്ല. പല പ്രാവശ്യമായിട്ട് വോട്ട് തോപ്പിച്ചിട്ടും പോകുന്നില്ല. ശല്യം സഹിക്കാൻ വയ്യാതെ ജയിപ്പിച്ചിട്ട് കേരളത്തിലെ മൊത്തം മെനക്കെടുത്താം എന്ന് തൃശ്ശൂരുകാർ തീരുമാനിച്ചു എന്നുള്ളതിന്റെ എല്ലാ സാധനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിച്ചും പേയൊക്കെ പറയുന്നു. മീഡിയ വൺകാരനെ കണ്ടപ്പോൾ പുള്ളിക്ക് വേറെ ഏണ്ടൊക്കെ തോന്നുക. ഈ അവരൊന്നും പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് പിണങ്ങി പോവുക, കൊഞ്ഞനം കുത്തി കാണിക്കുക, വാവ എപ്പോഴത്തേക്കും പിണങ്ങി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഊളത്തരം കാണിക്കുക. ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ കയ്യിലിരിക്കുന്ന സാധനം. സുരേഷ് ഗോപിയുടെ ഐറ്റം ഇതാ. ഇനിയും പലതും കാണാനുണ്ട്. ഒരുപാട് കോമഡികൾ വരും. ഓരോ ദിവസം മീഡിയക്കാർക്ക് കോളായി. ഈ വേറെ എല്ലാം വിട്ടിട്ട് ഇതിന്റെ പുറകെ പോയാൽ മതി. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ട് എന്താ വോട്ട് മറിച്ച് ഇയാളെ ജയിപ്പിച്ചാന്ന് തോന്നുന്നു. BJP ഒരുത്തം പോലും ഇനി ജയിക്കരുതെന്നൊക്കെ അവർക്ക് ഉദ്ദേശം കാണും. മനസ്സിലായാലും കോൺഗ്രസിനും ഉണ്ടാകും അതേ ഉദ്ദേശം തന്നെ. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത് ഇപ്പൊ മറ്റേ നമ്മുടെ എന്താ പറയുക അസംബ്ലി ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരെണ്ണത്തിനെ കാണിച്ചുകൊണ്ട് സകലരും വെറുത്തിട്ട് മൊത്തത്തിലൊരു പാർട്ടിയെ വെറുക്കുന്ന പോലെ അല്ല സുരേഷ് ഗോപി ഒരാൾ വിചാരിച്ചാൽ ഈ നാടിനെ തന്നെ ഉറപ്പിക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് താല്പര്യമില്ലാത്ത മനുഷ്യൻ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി 68% ആൾക്കാർക്ക് താല്പര്യമില്ല തൃശ്ശൂർ. ഇയാൾ 32%, മറ്റേ ആൾ 31%, വേറെ ആൾ 30%, ഇങ്ങനെയൊക്കെയാണ് വോട്ട് പെർസെന്റേജ്. അപ്പൊ കൂടുതൽ പേർക്കും താല്പര്യമൊന്നും ഇല്ല. മെജോറിറ്റി പോപ്പുലേഷൻ താല്പര്യം ഇല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി. അല്ലാതെ അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇയാൾ ഇനിയും ഇങ്ങനത്തെ പോഴത്തരവ് കാണിക്കും. കാരണം മണ്ടത്തരം എന്ന് പറയുന്നത് ജന്മന ചിലർക്കുണ്ട്. ജനിച്ചപ്പോഴേ അങ്ങനെ ആയി പോയതാണെന്ന് തോന്നുന്നു. എല്ലാവരും സിനിമയെ പോലെയൊക്കെ മനുഷ്യർ ജീവിക്കുമോ? കാണിക്കുന്ന കണ്ടില്ലേ? കുറച്ചുകൂടെ പുറകോട്ടൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കണ്ടില്ല. പുള്ളിയുടെ പുള്ളി അവിടെ വരെ അറിഞ്ഞുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ളവരെ പുള്ളിക്ക് അറിയത്തില്ല. അത് ഭാഗ്യമായി പോയല്ലേ. തുണി കൊടുക്കാതെ വരെ വന്നിരിക്കാൻ മടിയില്ലാത്തൊരവസ്ഥ. എന്താ അല്ലേ? ഒന്നുകൂടി ഇച്ചിരി ഒന്ന് പുറകോട്ട് നോക്കി 2 തലമുറയുടെ ഈ വേഷത്തിന്റെ 2 തലമുറ പിന്നോട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെയാണ് എന്റെ അച്ഛൻ ഇരിക്കുന്നതെങ്കിൽ ഇയാൾ എന്ത് വേഷം ധരിച്ചതെന്ന് ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ കോമാളിത്തരം. ഈ കോമാളിത്തരം ഇയാൾക്കൊന്നും ജന്മത്ത് മനസ്സിലാകാനും പോകുന്നില്ല. അതിനുള്ള ബുദ്ധിയും ബോധം ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ആണ് നമ്മളിപ്പോ തൃശ്ശൂർ നിവാസികൾ നേരത്തെ സഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കേരളത്തിന് മൊത്തം സഹിക്കട്ടെ എന്ന് കരുതി പ്രതികാരം ചെയ്ത് തൃശ്ശൂർക്കാരെ നിങ്ങളായാലും വൻ പണിയായി പോയോട്ടോ ചെയ്തത്. ഇങ്ങനെ ചെയ്യരുതാന്ന്. ശല്യം അങ്ങനെ ഒത്തിരി ശല്യം നിങ്ങൾക്ക് അങ്ങ് സഹിച്ചുവിടാന്ന്. ഇനിയും തോറ്റ അവിടെ തന്നെ നിന്ന് കറങ്ങുമെന്ന് പേടിച്ചിട്ട് എല്ലാവരും ജയിപ്പിച്ചു വിട്ടത് വളരെ മോശമായി പോയി. അവർ വിചാരിച്ചാണ് എന്തൊരു ശല്യമായത്, പോകുന്നുമില്ല, ഇനി ഇതെങ്ങോട്ടേലും പോട്ടെന്ന് കരുതി കാണുമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കാണിച്ചു നടന്നോളൂ എന്ന് വിചാരിച്ചു കാണും. ഇപ്പതേ ബാക്കിയുള്ളവരും കൂടെ കാണേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ സമയം മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുക.